പ്രിയ ദൈവജനമേ, വചന സാക്ഷ്യം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, അപ്പസ്തോലന്മാരിലൂടെ സഭയെ നയിച്ചതുപോലെ ഇന്ന് ഞങ്ങളുടെ ഓരോ പ്രവൃത്തികളെയും അങ്ങയുടെ ദൈവിക ചൈതന്യത്താൽ നിയന്ത്രിക്കുകയും ശാക്തീകരിക്കുകയും ചെയ്യണമേ. തിരുസഭയുടെ അധികാരാതിർത്തികൾക്കുള്ളിൽ നിന്നുകൊണ്ട് വിശുദ്ധ കുർബാനയിലൂടെയും അപ്പസ്തോലിക പ്രബോധനങ്ങളിലൂടെയും ഞങ്ങളുടെ ആത്മീയ ജീവിതം ക്രിസ്തുവിൽ ആഴപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. രക്തസാക്ഷികളുടെ ധീരതയോടെ ക്രിസ്തുനാമത്തിന് സാക്ഷ്യം വഹിക്കുവാനും ലോകത്തിൻ്റെ പ്രതിസന്ധികളിൽ തളരാതെ സുവിശേഷത്തിൻ്റെ അജയ്യമായ പ്രകാശം പരത്തുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവായ ഈശോയുടെ രണ്ടാമത്തെ വരവിനായി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനും ആ നിമിഷത്തിനായി സകല ജനതകളെയും ഒരുക്കുവാൻ ഞങ്ങളെ ശുഷ്കാന്തിയുള്ള സുവിശേഷകരാക്കി തീർക്കണമേ. ഈ വചന വായന വിചിന്തന ധ്യാനത്തിലൂടെ ഞങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ വരവിനെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന വിശ്വസ്ത ദാസരായി മാറട്ടെ. മാറാനാഥ കർത്താവേ, വേഗം വരണമേ. ആമേൻ. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ അധ്യായം 2. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം. പെന്തക്കോസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണപരമനുസരിച്ച് അവർ വിവിധ ഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി. ആകാശത്തിന് കീഴിലുള്ള സകല ജനപദങ്ങളിൽ നിന്ന് വന്ന ഭക്തരായ യഹൂദർ ജെറുസലേമിലുണ്ടായിരുന്നു. ആരവം ഉണ്ടായപ്പോൾ ജനം ഒരുമിച്ച് കൂടുകയും തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷകളിൽ അപ്പസ്തോലന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. അവർ വിസ്മയഭരിതരായി പറഞ്ഞു, ഈ സംസാരിക്കുന്നവരെല്ലാവരും ഗലീലിയരല്ലേ? നാം എല്ലാവരും താങ്കളുടെ മാതൃഭാഷയിൽ ശ്രവിക്കുന്നതെങ്ങനെ? പാർത്തിയാക്കാരും മേദിയാക്കാരും എലാമിയാക്കാരും മെസ്സൊപ്പൊട്ടോമിയർ നിവാസികളും യൂദയായാലും കപ്പദോക്യയായാലും പോന്തസിലും ഏഷ്യയിലും താമസിക്കുന്നവരും ഫ്രീജിയായാലും പാംഫീലിയായാലും ഈജിപ്തിലും നെനയുടെ ലിബിയ പ്രദേശങ്ങളിലും നിവസിക്കുന്നവരും റോമായിൽ നിന്നുള്ള സന്ദർശകരും യഹൂദരും യഹൂദമതം സ്വീകരിച്ചവരും ക്രേത്യരും അറേബ്യരും ആയ നാമെല്ലാം ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ അവർ വിവരിക്കുന്നത് നമ്മുടെ മാതൃഭാഷകളിൽ കേൾക്കുന്നല്ലോ. ഇതിൻ്റെ എല്ലാം അർത്ഥമെന്ത് എന്ന് പരസ്പരം ചോദിച്ചുകൊണ്ട് എല്ലാവരും വിസ്മയിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്തു. എന്നാൽ മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു, പുതുവീഞ്ഞ് കുടിച്ച് അവർക്ക് ലഹരി പിടിച്ചിരിക്കുകയാണ്. പത്രോസിൻ്റെ പ്രസംഗം. എന്നാൽ പത്രോസ് മറ്റ് 11 പേരോടുമൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ അവരോട് പറഞ്ഞു, യഹൂദജനങ്ങളെ, ജെറുസലേമിൽ വസിക്കുന്നവരെ, ഇത് മനസ്സിലാക്കുവിൻ. എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. കാരണം ഇപ്പോൾ ദിവസത്തിൻ്റെ 3-ാം മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ. മറിച്ച് ജോയേൽ പ്രവാചകനും പറഞ്ഞതാണിത്. ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. അവർ പ്രവചിക്കുകയും ചെയ്യും. ആകാശത്തിൽ അത്ഭുതങ്ങളും ഭൂമിയിൽ അടയാളങ്ങളും ഞാൻ കാണിക്കും. രക്തവും അഗ്നിയും ധൂമപടലവും. കർത്താവിൻ്റെ മഹനീയവും പ്രകാശപൂർണവുമായ ദിനം വരുന്നതിന് മുമ്പ് സൂര്യൻ അന്ധകാരമായും ചന്ദ്രൻ രക്തമായും മാറും. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഇസ്രായേൽ ജനങ്ങളെ, ഈ വാക്കുകൾ കേൾക്കുവിൻ. നിങ്ങൾക്കറിയാവുന്നതുപോലെ ദൈവം നസറായനായ യേശുവിനെ താൻ അവൻ വഴി നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങൾ കൊണ്ടും തൻ്റെ അത്ഭുത കൃത്യങ്ങളും അടയാളങ്ങളും കൊണ്ടും നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തി തന്നു. അവൻ ദൈവത്തിൻ്റെ നിശ്ചിത പദ്ധതിയും പൂർവ്വജ്ഞാനവും അനുസരിച്ച് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു. അധർമ്മികളുടെ കൈകളാൽ അവനെ നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്നു. എന്നാൽ ദൈവം അവനെ മൃത്യുപാശത്തിൽ നിന്ന് വിമുക്തനാക്കി ഉയർപ്പിച്ചു. കാരണം അവൻ മരണത്തിൻ്റെ പിടിയിൽ കഴിയുക അസാധ്യമായിരുന്നു. ദാവീദ് അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ഞാൻ കർത്താവിനെ എപ്പോഴും കൺമുമ്പിൽ ദർശിച്ചിരുന്നു. ഞാൻ പതറിപ്പോകാതിരിക്കാൻ അവിടുന്ന് എൻ്റെ വലതുവശത്തുണ്ട്.
എൻ്റെ ഹൃദയം സന്തോഷിച്ചു, എൻ്റെ നാവ് സ്തോത്രം ആലപിച്ചു, എൻ്റെ ശരീരം പ്രത്യാശയിൽ നിവസിക്കും. എന്തെന്നാൽ എൻ്റെ ആത്മാവിനെ അവിടുന്ന് പാതാളത്തിൽ ഉപേക്ഷിക്കുകയില്ല. അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കാൻ അവിടുന്ന് അനുവദിക്കുകയുമില്ല. ജീവൻ്റെ വഴികൾ അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നു. തൻ്റെ സാന്നിധ്യത്താൽ അവിടുന്ന് എന്നെ സന്തോഷഭരിതനാക്കും. സഹോദരരെ, ഗോത്രപിതാവായ ദാവീദിനെക്കുറിച്ച് നിങ്ങളോട് ഞാൻ വ്യക്തമായി പറഞ്ഞുകൊള്ളട്ടെ. അവൻ മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും ചെയ്തു. അവൻ്റെ ശവകുടീരം ഇന്നും നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ. അവൻ പ്രവാചകനായിരുന്നു. തൻ്റെ അനന്തരഗാമികളിൽ ഒരാളെ തൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാക്കും എന്ന ദൈവം അവനോട് ചെയ്ത ശപഥം അവൻ അറിയുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അവൻ പാതാളത്തിൽ ഉപേക്ഷിക്കപ്പെട്ടില്ല. അവൻ്റെ ശരീരം ജീർണിക്കാൻ ഇടയായതുമില്ല എന്ന് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെ മുൻകൂട്ടി ദർശിച്ചുകൊണ്ട് അവൻ പറഞ്ഞത്. ആ യേശുവിനെ ദൈവം ഉയർപ്പിച്ചു. ഞങ്ങളെല്ലാവരും അതിന് സാക്ഷികളാണ്. ദൈവത്തിൻ്റെ വലതുഭാഗത്തേക്ക് ഉയർത്തപ്പെടുകയും പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനം സ്വീകരിക്കുകയും ചെയ്ത അവൻ ഈ ആത്മാവിനെ വർഷിച്ചിരിക്കുന്നു. അതാണ് നിങ്ങളിപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ദാവീദ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തില്ല, എങ്കിലും അവൻ പറയുന്നു, കർത്താവ് എൻ്റെ കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാവുക. അതിനാൽ നിങ്ങൾ കുരിശിൽ തറച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തി എന്ന് ഇസ്രായേൽ ജനം മുഴുവനും വ്യക്തമായി അറിയട്ടെ. ആദ്യ ക്രൈസ്തവ സമൂഹം ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി. പത്രോസിനോടും മറ്റ് അപ്പസ്തോലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും ദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ അടുക്കലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. അവൻ മറ്റു പല വചനങ്ങളാലും അവർക്ക് സാക്ഷ്യം നൽകുകയും ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുവീൻ എന്ന് ഉപദേശിക്കുകയും ചെയ്തു. അവൻ്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു. ആ ദിവസം തന്നെ 3000-ഓളം ആളുകൾ അവരോട് ചേർന്നു. അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. എല്ലാവരിലും ഭീതി ഉളവായി. അപ്പസ്തോലന്മാർ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു. അവർ ഏകമനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും സംപ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു. രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു. പ്രിയ ദൈവജനമേ, അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 2-ാം അധ്യായത്തെപ്പറ്റി നമുക്ക് ഒരു നിമിഷം ധ്യാനിക്കാം. പെന്തക്കോസ്ത് തിരുനാളിൽ പരിശുദ്ധാത്മാവ് അഗ്നിനാവുകളുടെ രൂപത്തിൽ അപ്പസ്തോലന്മാരുടെ മേൽ എഴുന്നള്ളി വന്നത് സഭയുടെ ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ്. പഴയ നിയമത്തിൽ സീനായ് മലയിൽ ദൈവം നിയമം നൽകിയതുപോലെ പുതിയ നിയമത്തിൽ സ്നേഹത്തിൻ്റെ നിയമമായി പരിശുദ്ധാത്മാവ് സഭയുടെ ഹൃദയങ്ങളിലേക്ക് ആഗതനായി. പഴയ പ്രവചനങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് സകല ജനതകൾക്കും വേണ്ടിയുള്ള രക്ഷയുടെ സന്ദേശം വിളംബരം ചെയ്യാനാണ് പത്രോസ്ലീഹ അന്ന് മുന്നോട്ട് വന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഈ അഭിഷേകം ഭീരുക്കളായിരുന്ന ശിഷ്യന്മാരെ ക്രിസ്തുവിൻ്റെ ധീരരായ സാക്ഷികളാക്കി മാറ്റുകയും സുവിശേഷം പ്രസംഗിക്കാനുള്ള ശക്തി നൽകുകയും ചെയ്തു. ദൃശ്യമായ സഭയുടെ പിറവിയാണ് ഈ അധ്യായത്തിൽ നാം കാണുന്നത്. പത്രോസിൻ്റെ പ്രസംഗം കേട്ട് 3000-ഓളം പേർ സ്നാനം സ്വീകരിച്ച് സഭയോട് ചേർന്നു. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ അധികാരം പരിശുദ്ധാത്മാവിൽ അധിഷ്ഠിതമാണെന്നും അത് ക്രിസ്തുവിൻ്റെ പ്രത്യാശ ലോകത്തിന് നൽകുന്നുവെന്നും ഈ ചരിത്ര പശ്ചാത്തലം നമ്മെ ഓർമ്മിപ്പിക്കട്ടെ. ദൈവാത്മാവ് വഴി തിരുസഭ ഇന്നും ജീവസുറ്റതായി നിലകൊള്ളുന്നു എന്ന വിശ്വാസം ഓരോ വിശ്വാസിയുടെയും അടിസ്ഥാനം. ലോകമെമ്പാടുമുള്ള 210 കോടിയിലേറെ ക്രിസ്ത്യാനികളിൽ 140 കോടിയോളം പേർ കത്തോലിക്കരാണ് എന്നുള്ളത് ഇതിന് അടിവരയിടുന്നു. ആദിമസഭയുടെ ജീവിതശൈലി പരിശോധിക്കുമ്പോൾ കൂദാശ വഴികളിലും പ്രാർത്ഥനയിലും അധിഷ്ഠിതമായ ഒരു കൂട്ടായ്മയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പസ്തോലന്മാരുടെ പ്രബോധനം കേട്ടും അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ സംബന്ധിച്ചും അവർ ഐക്യത്തോടെ ജീവിച്ചു എന്നത് ഇന്നത്തെ
സഭാജീവിതത്തിന് വലിയൊരു മാതൃകയാണ്. ദൈനംദിന ജീവിതത്തിലെ ചെറിയ ചെറിയ സഹനങ്ങളും ത്യാഗങ്ങളും വഴി ദൈനംദിന രക്തസാക്ഷിത്വം വരിക്കാൻ വിശ്വാസികളായ നാം ഓരോരുത്തരും ഇന്നേ ദിവസം വിളിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിന് വേണ്ടി സ്വന്തം ഇഷ്ടങ്ങൾ, താല്പര്യങ്ങൾ മാറ്റിവെക്കുന്നതും മറ്റുള്ളവരെ സ്നേഹിക്കുന്നതും ഈ സാക്ഷ്യത്തിൻ്റെ ഭാഗമാണ്. പത്രോസ്ലീഹ തൻ്റെ പ്രസംഗത്തിലൂടെ ജനങ്ങളെ പശ്ചാത്താപത്തിലേക്കും പാപമോചനത്തിലേക്കും ക്ഷണിച്ചത് നീതിപൂർവകമായ ഒരു ദൈവവിധി വരാനിരിക്കുന്നു എന്ന ബോധ്യത്തിലാണ്. അധർമ്മത്തിനും പാപത്തിനുമെതിരെയുള്ള ദൈവത്തിൻ്റെ വിധി ഉറപ്പാണെങ്കിലും അനുദപിക്കുന്നവർക്കായി അവിടുന്ന് കാരുണ്യത്തിൻ്റെ വാതിലുകൾ എപ്പോഴും തുറന്നിട്ടിരിക്കുന്നു. തിരുസഭയുടെ കൂദാശകളിലൂടെ, പ്രത്യേകിച്ച് കുംഭസാരത്തിലൂടെയും കുർബാനയിലൂടെയും ഈ ദൈവകാരുണ്യം നമുക്ക് ഇന്നും അനുഭവവേദ്യമാകുന്നു. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ദൈവത്തിൻ്റെ മുൻപിൽ കണക്ക് ബോധിപ്പിക്കേണ്ടതാണെന്ന ബോധ്യം അപ്പോസ്തലന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. ആധുനിക ലോകത്തിലെ വെല്ലുവിളികൾക്കിടയിൽ പെന്തക്കോസ്ത അനുഭവം ഇന്നും അത്യന്താപേക്ഷിതവും പ്രസക്തവുമാണ്. പ്രിയ സഹോദരങ്ങളെ, ഭാഷകളുടെയും വംശങ്ങളുടെയും അതിർവരമ്പുകൾ ഭേദിച്ച് സകലരെയും ഒന്നിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് വിഭജനങ്ങളുടെ ഇന്നത്തെ ലോകത്ത് വലിയൊരു പ്രത്യാശയാണ് നമുക്കോരോരുത്തർക്കും. വിധി ദിവസം ആസന്നമാണെന്നും അതിനാൽ വിശുദ്ധിയോടെ ജീവിക്കണമെന്നും പത്രോസ്ലീഹ നൽകുന്ന താക്കീത് നമ്മുടെ കാലഘട്ടത്തിലും ഗൗരവകരമാണ്. കർത്താവായ യേശുക്രിസ്തു ആകാശത്തിലേക്ക് പോയതുപോലെ തന്നെ വീണ്ടും വരുമെന്ന് മാലാഖമാർ നൽകിയ വാഗ്ദാനം സഭയെ എപ്പോഴും ഉണർന്നിരിക്കാൻ പ്രേരിപ്പിക്കുന്നു. സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന ബോധ്യത്തോടെ എല്ലാ ജനതകളെയും ക്രിസ്തുവിൻ്റെ ഭരണത്തിന് കീഴിൽ കൊണ്ടുവരിക എന്നത് സഭയുടെ വലിയൊരു ദൗത്യമാണ്. ഈ ലോകത്തിലെ സുഖഭോഗങ്ങൾ മുഴുകാതെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനായി ഒരുക്കമുള്ളവരായിരിക്കാൻ അപ്പോസ്തലന്മാരുടെ ജീവിതം നമ്മെ പ്രചോദിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ നീതിയും കരുണയും ഒരേപോലെ പ്രവർത്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം അവിടുത്തെ സ്നേഹത്തിനായി പൂർണ്ണമായി ശരണപ്പെടണം. തിരുസഭയുടെ വളർച്ചയും നിലനിൽപ്പും ക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ മടങ്ങി വരവിനായുള്ള കാത്തിരിപ്പിൻ്റെ ഓട്ടമാണ്. സഹോദര സഹോദരി, പെന്തക്കോസ്തയുടെ അനുഭവം ഒരു ചരിത്ര സംഭവം മാത്രമല്ല, അത് ഓരോ വിശ്വാസിയുടെയും ആത്മാവിൽ സംഭവിക്കേണ്ട വലിയൊരു പരിവർത്തനമാണ്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ലോകത്തിൻ്റെ പ്രതിസന്ധികളെ അതിജീവിക്കാനും ദൈവഹിതം തിരിച്ചറിയാനും സാധിക്കും. ദൈവം തൻ്റെ ജനത്തിന് നൽകിയ വാഗ്ദാനങ്ങൾ ഒരിക്കലും മാറുന്നില്ലെന്നും അവിടുത്തെ കരുണ ലോകാവസാനം വരെ നമ്മോടൊപ്പമുണ്ടെന്നും നാം പൂർണ്ണമായി വിശ്വസിക്കണം. നമ്മുടെ കുറവുകളെയും വീഴ്ചകളെയും ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കാൻ അവിടുത്തെ സന്നിധിയിൽ നമുക്ക് ഈ നിമിഷം, ഈ ദിവസം നമ്മെ തന്നെ സമർപ്പിക്കാം. വരാനിരിക്കുന്ന മഹത്വത്തിനായി ഒരുങ്ങിക്കൊണ്ട് ആദിമ ക്രൈസ്തവ സഭയെ പോലെ പ്രാർത്ഥനയിലും സാഹോദര്യത്തിലും നമുക്ക് ആഴപ്പെടാം. സഭയുടെ ഓരോ മകനും മകളും ലോകത്തിൻ്റെ പ്രകാശമായി മാറാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഉറച്ച വിശ്വാസത്തോടെ ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ജീവിക്കുമ്പോൾ നാം നിത്യജീവനിലേക്കുള്ള പാതയിലാണ് എന്നുള്ളത് തിരിച്ചറിയാം. കർത്താവിൻ്റെ വരവിനായി നമുക്ക് പ്രത്യാശയോടെ കാത്തിരിക്കാം. അവിടുന്ന് നമ്മുടെ പ്രയത്നങ്ങളെ തീർച്ചയായും ആശീർവദിക്കും. സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും തൻ്റെ പുത്രൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറയ്ക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.